ആരും കാണാനില്ലല്ലോ. എന്റെ ദരിദ്രവാസികളോ അല്ലെങ്കിൽ ഓരോരുത്തരും കണ്ടി തങ്കപ്പൻ മകൻ വേലായുധൻ പഠിച്ചതെന്താണ്? ഓരോത്തും കണ്ടി തങ്കപ്പൻ മകൻ വേലായുധൻ 96 രൂപ 26 പൈസ തിരിച്ചടച്ചു. പള്ളിത്താഴത്തെ മറിയക്കുട്ടിയോ? പള്ളിത്താഴത്ത് മറിയക്കുട്ടി 12 രൂപ 25 പൈസ ഇനി തരണ്ട്. അത് ഈ തരോ? അതങ്ങനെ തങ്ക തരോ? ഉടുപ്പില്ലാത്തവരെ അവള് തരും. എനിക്കറിയാം. ഇല്ലെങ്കിൽ വാങ്ങിട്ടാണ്. ഞാനേ പാലക്കണ്ടി തിരുപ്പൻ 60 മൊത്തം 26 വിറപ്പിക്കുന്ന അറിയില്ല. പൊടി വർപ്പിച്ചിട്ടാണ് ഒരു അച്ചു പറഞ്ഞത്. അന്നോട് ഞാൻ പറഞ്ഞിട്ട് കണക്ക് നോക്കുമ്പോ അച്ചു പറയരുത്. അല്ലെങ്കിലേ മനുഷ്യനോട് സമാധാനമല്ല. പാവപ്പെട്ടവന്റെ പണ്ടും പഴമൊക്കെ പെട്ടിയിട്ടിട്ട് അറക്കിനെ പൈസയും വെച്ചിട്ട് സമാധാനം. ഞാനേ പാലക്കണ്ടി തിരുപ്പൻ 60 മൊത്തം 26 അല്ലെങ്കിൽ അത് തന്നപ്പോൾ എപ്പോഴും തരാതെ അവളുടെ ഒരു പാട്ടും കൂട്ടും. ഞാൻ പറഞ്ഞില്ല പാട്ട് കുട്ടാനായിട്ട് മനുഷ്യനെ മനസ്സിലാക്കി പോയാ മരു കുട്ടീനെ കണ്ടുപോയി വാങ്ങാൻ വയസ്സിട്ട് തൂന്നോട്ട് നമ്മളെ മുറ്റാണ്. ഇതൊക്കെ ചാക്കുണ്യ വിശേഷങ്ങൾ. അതല്ലേ അന്നിക്ക് പണം വെച്ചത് അപ്പോഴല്ലേ മനസ്സിലായി വയസ്സാന്ന് എടുക്കാൻ വന്നാലേ. അതെ പിന്നെന്ത് പുണ്ണാക്കിനാണോ വെച്ചിട്ട് വന്ന് പിന്നെ അതെന്തൊപ്പത്ര കാണാണ്. അതുപോലെ പറ്റിയോ പൂച്ചാണോ? ചാക്കുഞ്ഞ പൊടി ഞാൻ ആ റോഡി അവിടെ വെച്ചു നോക്ക. ആ പെട്ടിയിൽ എന്താന്ന് അറിയണക്ക് നിറച്ചു സ്വർണം. ഇന്റെ സ്വർണത്തിന്റെ അടുത്ത ഞാൻ എന്റെ റോഡിയെ വെച്ചിട്ട് അപ്പൊ പൊടി എന്റെ ചാക്കുഞ്ഞ എന്റെ അപ്പൻ പാലക്കണ്ടി തിരുപ്പൻ 60 ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. സ്വർണ്ണങ്ങൾ മാത്രമേ പണയത്തിലെടുക്കുള്ളൂ. എന്നിട്ടും ഈ ആയിക്കൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അതും 50 റുപ്യക്ക്. ഏത് എത്ര കഴിഞ്ഞിട്ടില്ല. അണക്കുള്ളത് പോലെ എനിക്കുണ്ട് 2 കുട്ടികൾ. അവരെ ഞാൻ പാട്ടും കൂത്തുകാട്ടല്ലേ വളർത്തുന്നത്, നല്ല വളർത്തുന്നത്. അങ്ങനെ വളർന്നാൽ അവര് നാളെ വലിയ ആൾക്കാരാവും. പഠിച്ചു പണം ഉണ്ടാക്കും. അപ്പൊ ഈ എന്റെ മക്കളും എത്ര പറഞ്ഞ സമയത്തിനുള്ളൊരു പലിശ സഹിതം തിരിച്ചു തന്നിരിക്കേ. ചാക്കുഞ്ഞ
അന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. തോന്നിയവർക്ക് കൊടുക്കും. പറ്റുമെങ്കിലേ എറിഞ്ഞു പൊട്ടിക്കും. ആ ഇതേ ഒരു സഞ്ചല്ല നിന്റെ റേഡിയോന്റെ പോയ ആദ്യപ്പങ്ങളുടെ റേഡിയോ എടാ ഞാൻ റേഡിയോ വാങ്ങും. അയ്യോ ഈ അയ്യോന്നൊന്നും പറയണ്ട, ഞാൻ വാങ്ങണ റേഡിയോ. ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഞാനവിടെ ഞാൻ വാങ്ങണ ഒരു റേഡിയോ, മർഫി റേഡിയോ. आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः परमानन्द झा। उत्तरप्रदेशे विधानसभानिर्वाचनानां द्वितीयश्चरणः सद्यः समाप्तिमगात्। तात्कालिकविज्ञप्तेरनुसारि मतदानं प्रतिशतं 40% अजायत। समुचितः औद्योगिकविकासस्तरः विगतदशकात् प्रथमवारं प्रतिशतं 11 संवृत्तः। വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ
പ്രദേശം മുഴുവൻ ഞാവൽക്കാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാവൽ മരത്തിൽ നിന്ന് സമയത്തിനുള്ളിൽ പലിശ സഹിതം തിരിച്ചു തന്നില്ലെങ്കിൽ അന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഓരോർക്ക് ഓർക്കും പറ്റുമെങ്കിലേ എറിഞ്ഞു പൊട്ടിക്കും. നമ്മുടെ മാറ്റിക്ക് ഒന്നും പറ്റില്ല മോനെ. പഠിച്ചു കുട്ടിനെ കാത്തോളെ. ഒന്ന് നീക്ക് വളർത്തേ, ഒന്ന് നീക്ക് വളർത്തേ.
അച്ഛനാ ഒരു ഗ്ലാസ് ചായ എടുത്താല് എന്താ കാക്കുന്നെ മുതലും പരസ്യം വീട്ടി റേഡിയോ വാങ്ങാൻ വന്നാണോ? കൊറേ നേരം വന്നിട്ടില്ലേ? നല്ല ക്ഷീണം ഉണ്ടാവും ഇല്ലേ കാക്കുന്നെ? അവിടെ അല്ല ഇവിടെ. ഞാനങ്ങനെ പലതും പറയും. ഈ വല്ലാണ്ട് തിരക്കണ്ട. എന്റെ തന്നപ്പടി എനിക്ക് ഇപ്പോഴും തരാണ്ട്. പഞ്ചസാരക്കൊക്കെ വലിയ വില കാക്കുന്നെ. എടാ പോരെ കണ്ടു വെച്ചാ കാണാനോ? ഇത് നല്ല കഥ. പണയം വെച്ച മുതല് കാണ്. അതെങ്ങനെ കാക്കുന്ന നടക്ക? ഇന്റെ അപ്പൻ പാലക്കണ്ടി നിൽപ്പൻ അറുപറപ്പായി. ഇതിനൊന്നും സമ്മതിക്കില്ല. എന്നാ ഞാനങ്ങനല്ല കേട്ടോ. ഞാൻ സമ്മതിക്കും. നീ കണ്ടോ എനിക്ക് നിനക്ക് ആ വലിക്കൊന്ന് തരാൻ തോന്നിയാലോ? കാക്കുന്നേ അത് നിർത്തോട്ടാ. അവൻ അങ്ങനെയൊക്കെയാണെന്ന് ചേർത്തേ. പരിപാടി ഇന്നിപ്പോ ഇത് കേൾക്കാൻ ഓളില്ല. ഓള് ഞങ്ങള് വിട്ട് പോയി. ഇന്നലെ രാത്രിയാ പോയത്. മക്കളെ ഇനി ഒരിക്കലും ഞാൻ ഈ റേഡിയോ ചോദിച്ചിട്ട് വരില്ല. മക്കളെ മുമ്പേ ഈ റേഡിയോ വേണ്ട. മക്കളെ മുമ്പേ എന്റെ മോള് ഇതൊക്കെ ഇപ്പൊ മോളിലിരുന്ന് കേൾക്കുന്നുണ്ടാവും. എന്റെ മോള് പോയി എനിക്കിത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി പോയി വന്നേ. എന്റെ മാളിന്റെ പോയി വന്നേ. എന്റെ മാളിന്റെ പോയി വന്നേ.
മനസ്സാന്തരം വന്നതായോ പറയില്ല. പക്ഷേ ഞങ്ങൾക്ക് അല്ല, നമ്മൾക്ക് തോന്നുന്നു മത്തായി ഊപ്പർക്ക്